സാധനാ പദ്ധതികളിൽ മുദ്രകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ മുദ്രകൾ ബോധപ്രാപ്തിയിലേക്ക് എത്തിക്കുമോ എന്നല്ല എൻ്റെ ചോദ്യം. അതിന് ആ മുദ്രകൾക്ക് മുദ്രയുടേതായ പ്രാധാന്യം കാണുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഗുണം എങ്ങനെയാണ് ആ മുദ്രകൾക്ക് ഉണ്ടാവുന്നത്? മുദ്രകൾ എന്ത് തരത്തിലുള്ള മുദ്രയാണ് ഉദ്ദേശിക്കുന്നത്? താന്ത്രികമായിട്ടുള്ള സംഭാഷണങ്ങളിൽ ഉണ്ടാകുന്ന മുദ്രയാണോ? അതെ, താന്ത്രികമായി. താന്ത്രികത്തിൽ ഇപ്പോൾ കൗള മാർഗത്തിലേക്ക് മുദ്ര എന്ന് പറയുന്നത് വേറെ കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതല്ല, ശാരീരികമായിട്ടുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് എല്ലാം. ഈ നമ്മളിലുണ്ടാകുന്ന എനർജിയെ സംഭരിക്കത്തക്കണം, സമൃദ്ധമായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയുള്ള ശാരീരികമായ ചില പ്രക്രിയകളാണ് അതൊക്കെ തന്നെയും. അവയെ നമ്മുടെ ശരീരത്തിൽ ഡിസിപ്പേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി, ഉണ്ടാകുന്ന എനർജി വെളിയിൽ പോകാതിരിക്കാൻ, സമ്പൂർണ്ണമായിട്ട് ശരീരത്തിൽ തന്നെ നിൽക്കുന്നതിന് വേണ്ടിയുള്ള കുറേ കാര്യങ്ങളാണ് ഈ മുദ്രകളൊക്കെ തന്നെ. അല്ല, അതൊന്നും ബോധത്തിലേക്കുള്ള കാര്യങ്ങളല്ല. എന്നാലും പൊതുവെ കർമ്മങ്ങളുടെ നിരോധനം, കർമ്മങ്ങൾ വഴിതെറ്റി വഴി മാറ്റിവിടൽ, സൽക്കർമ്മങ്ങളുടെ സാഹചര്യങ്ങൾ വച്ചുകൊണ്ട് അവയെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച്, അതായത് നല്ല കാര്യങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ബോധപ്രാപ്തിയിലേക്ക് പോകുന്നതാണ് ഈ നല്ല കർമ്മം, അല്ല വേറെ ഒന്നും നല്ല കർമ്മമല്ല. നല്ല കർമ്മങ്ങളിലേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് വേണ്ടിയുള്ള ഉപയോഗം, ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് ശരീരത്തിലുണ്ടാകുന്ന എനർജികളെ സമ്പൂർണ്ണമാക്കി അടച്ച് സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ആ മുദ്രകളെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ മുദ്രകൾക്കും അതിൻ്റേതായ സ്വഭാവങ്ങളുണ്ട്. എന്താണ് പ്രത്യേകിച്ച് ചോദിക്കാൻ കാര്യം? എന്തെങ്കിലും ഒരു മുദ്രയെക്കുറിച്ചാണോ? യോഗമുദ്രകളാണോ? മുമ്പ് മുദ്രകളെ പറ്റിയുള്ള ഒരു ചോദ്യം വന്നപ്പോൾ സാർ അത് പറഞ്ഞിരുന്നു. അത് ബോധപ്രാപ്തിയുമായിട്ട് നേരിട്ടൊരു ബന്ധം അതിന് വരുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പം ഈ യൂട്യൂബുകളിലൊക്കെ ഇപ്പം വീഡിയോസ് വരുന്നുണ്ട്. ഇപ്പം നമുക്ക് തലവേദന ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ കൈവച്ച് ഇത്ര നേരം ഇരിക്കുകയാണെങ്കിൽ ആ തലവേദന മാറും. അതുപോലെയുള്ള മാറ്റങ്ങളും, അതുപോലെ കുറച്ചുകൂടെ ഹയറിലായിട്ട് പറയുകയാണെങ്കിൽ ഈ ചക്ര ഓപ്പണിങ്ങും എനർജൈസേഷനും ഇനിഷ്യേഷനൊക്കെ മുദ്രകൾ വഴി സാധ്യമാക്കുന്നു എന്നുള്ളത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ വിരലുകളോ ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ വെക്കുമ്പോൾ എങ്ങനെയാണ് അത് സംഭവിക്കുന്നതെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ട്. തീർച്ചയായിട്ടും സൂക്ഷ്മ ശരീരവുമായിട്ടുള്ള സ്ഥൂല ശരീരത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ പലപ്പോഴും മുദ്രകൾ വഴി സാധ്യമാകുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് രാമകൃഷ്ണദേവൻ്റെ ഒരു സതീർത്ഥ്യനായിരിക്കുന്ന ഗിരീശൻ, രണ്ടുപേരുണ്ടായിരുന്നു, ഗിരീശനും ചന്ദ്രനും. അതിലാരോ ഒരാൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഠാക്കൂർ കുറേ നാളായിട്ട് സാധനയൊക്കെ ചെയ്യും, എല്ലാവരും സാധകന്മാരായിരുന്നു. ഞാൻ ഗംഗയിൽ കൂടെ നടന്ന് അക്കരെ പോയിട്ട് വരാം എന്ന് പറഞ്ഞു. ഞാൻ കാണട്ടെ എന്ന് പറഞ്ഞു. ഗംഗയിൽ കൂടെ പോയിട്ട് ഇപ്പുറത്ത് വന്നു. രാമകൃഷ്ണദേവൻ ഒരു 4 അണയും വെച്ചുകൊണ്ട് ഒരു വഞ്ചിക്കാരനെ വിളിച്ചു. അതിൽ കയറിയിരുന്ന് പോയിട്ട് ഇപ്പുറത്ത് വരും. ഈ 4 അണയ്ക്ക് സഹിക്കാവുന്ന സാധനമാണ് നീ ഇത്രയും നാളായിട്ട് ഉണ്ടാക്കിയത് എന്ന് അവനോട് പറഞ്ഞതായിട്ടൊരു കഥയുണ്ട്. എന്ന് പറഞ്ഞ പോലെ നിസ്സാരമായിട്ട് സംഭവിക്കുന്ന പല കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ മുദ്രകൾ വഴിയൊന്നും കറങ്ങിപ്പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അതൊക്കെ ഈ പറഞ്ഞ പോലെ നമുക്ക് മനസ്സിന് ചില വെറൈറ്റികൾ ആവശ്യമുണ്ട്. അപ്പോൾ കുറേ നാൾ മുദ്ര, പിന്നെ കുറേ കഴിയുമ്പം തനകുത്തന ചാട്ടം, ഇങ്ങനെയൊക്കെയുള്ള പല അഭ്യാസങ്ങളും കാണിച്ച് ശീലിക്കാനുള്ളൊരു ത്വരയുണ്ടാവും. അപ്പം നമ്മൾ ഇത്തരം കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള പിന്നെ സംശയങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുക, അതിന് സംശയമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ എങ്ങനെ ഉപകരിക്കാം, സാധനയിൽ കൂടെ കൊണ്ടുപോകുന്നതിന് എന്തൊക്കെ ഉപകരിക്കാം എന്നുള്ളത് നമുക്ക് സ്വയം തീരുമാനിക്കാം എന്നുള്ളതേ ഉള്ളൂ. അത് നമുക്ക് മുദ്ര വേണം എന്ന് വെച്ചാൽ മുദ്ര വേണ്ട ഇത്രയേ ഉള്ളൂ. മുദ്ര ഒരിക്കലും പിന്നെ അനാവശ്യമായിട്ടുള്ള കാര്യം എന്നുള്ള അർത്ഥത്തിലല്ല. ഇപ്പോൾ താന്ത്രികമായിട്ടുള്ള മുദ്രകൾക്ക് വേറെ അർത്ഥമുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഇനി യോഗമുദ്രകൾക്ക് വേറെ അർത്ഥമുണ്ട്. അവയ്ക്ക് അവരുടേതായ ധർമ്മമുണ്ട്. അവ ശരീരത്തിനകത്തിരുന്നു കൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടിയുള്ള കഴിവുകളുണ്ട്. അതൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ഈ അനുഭവങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാത്തിനും അതിൻ്റേതായ അനുഭവമുണ്ട്. ഇപ്പോൾ തലവേദന മാറ്റാൻ വേണ്ടി ഒരു മരുന്ന് വാങ്ങിച്ച് കഴിച്ചാൽ തലവേദന അല്ല, അമൃതം ചേർത്ത് പറ്റിയാൽ തീരുമെങ്കിൽ പിന്നെ ഈ മുദ്രയും പിടിച്ചുകൊണ്ടിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ പലതും വന്നുകൊണ്ടിരിപ്പുണ്ട്. സാമ്പാറിൽ കായം അധികം ചേർക്കാൻ പാടില്ല, ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് താഴെയിട്ടേക്കും. ആൽബർട്ട് ഐൻസ്റ്റീൻ അറിഞ്ഞു പോലുമില്ല. ബുദ്ധൻ്റെ കാര്യങ്ങൾ ഈ പലതും വരുന്ന, ഇപ്പം ബുദ്ധനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ ബുദ്ധൻ പടവും കൂടെ കിട്ടുമല്ലോ, അടിച്ചേക്കും. അതുകൊണ്ട് ആളുകൾ അതും പിന്നെ പെട്ടെന്ന് ആളുകൾക്ക് പിന്നെ ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് അത്ഭുതമില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വരുമ്പോഴാണ് ഫൂൾ സ്പീക്ക് ബിക്കോസ് ദേ ഹാവ് ടു സ്പീക്ക് സംതിങ്. അതുകൊണ്ട് അവരിങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അത്ഭുതമൊന്നുമില്ല. പിന്നെ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിലോട്ട് നമ്മൾ മനസ്സിന്
ശ്രദ്ധ കൊടുക്കാൻ പോകുന്നതാണ് കുറേ എനർജി ലോസ് വരുന്നതും കൂടെ ഇപ്പോൾ ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. ആവശ്യമില്ല അതൊക്കെ നോക്കിക്കൊണ്ടിരുന്നാലും കുറേ എനർജി പോക്കാണ്. ഉള്ള കാര്യം പറഞ്ഞേക്കാം. ഒരു വിരട്ട് ചെറുതായിട്ട് കിടക്കുന്നത് നല്ലതല്ലേ? മനസ്സിലായില്ലേ? ആവശ്യമില്ലാതെ ഇതൊന്നും ഈ ഇത്തരം ചിന്തകളിൽ കൂടി നമ്മൾ മനസ്സിൻ്റെ സമ്മർദ്ദമായിരിക്കുന്ന ഒരു ശക്തിയെ നമ്മൾ അതിന് ആവശ്യമില്ലാതെ ഉപയോഗിക്കാതിരിക്കുക. ആവശ്യമുള്ളത് പഠിക്കുക. അതാണ് ശരിയായ ധ്യാനം, ശരിയായ ഭക്ഷണം, ശരിയായ ഉപജീവനം എന്നൊക്കെ പറഞ്ഞ് ബുദ്ധൻ പറഞ്ഞത്. അല്ലാത്തതുണ്ട്, ശരിയല്ലാത്ത ധ്യാനവും ഉണ്ട്. അതുകൊണ്ടാണല്ലോ സമ്യക് ധ്യാനം എന്ന് പറയുന്നത്. സമ്മാസതി, സമ്യക്കായിട്ടുള്ള ധ്യാനം ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞതിന് കാര്യം സമ്യക്കല്ലാത്ത ധ്യാനമുണ്ട്. അല്ലെങ്കിൽ എല്ലാ ധ്യാനവും സമ്യക്കല്ല എന്നും അർത്ഥമുണ്ട്. അതുകൊണ്ട് ആവശ്യമുള്ളത് മാത്രം സ്വീകരിക്കുക. മനസ്സിലായില്ലേ? ഈ രാമകൃഷ്ണ മിഷൻ്റെയോ അല്ലെങ്കിൽ മറ്റ് പുതിയ പുതിയ സന്യാസി സമൂഹങ്ങളിലൊക്കെ ഹംസത്തെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് കാണാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഹംസത്തെക്കുറിച്ചുള്ള സങ്കല്പം എന്ന് പറയുന്നത് പാലും വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പാല് മാത്രം കുടിച്ചിട്ട് വെള്ളം ബാക്കി വെച്ചേക്കുന്നതാണ്. അതെടുത്ത് നമുക്ക് ചായ ഇടാം, പാലങ്ങ് പോവുകയും ചെയ്യത് എന്നൊരു സങ്കല്പമുണ്ട്. ഇനി അതല്ല, മാനസ സരോവരത്തിലെ അംശമാണ് ഇത് ചെയ്യുന്നതെന്നും പറയുന്നുണ്ട്. മാനസ സരോവരത്തിൽ എവിടെയാണ് പാലെന്നുള്ളത് അറിഞ്ഞുകൂടാ, ആ ഏരിയയിൽ പശുവില്ല. അത് വേറൊരു കാര്യം. എന്തായാലും സങ്കല്പങ്ങളൊക്കെ നല്ലത് തന്നെ, നല്ല കഥകൾ നല്ലത് തന്നെയാണ് എന്ന് പറയും പോലെ വേർതിരിക്കാനുള്ള കഴിവുണ്ടാക്കുന്നതാണ് സമൂഹത്തിൽ അനുഭവിക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് അതിനെ ഒരു സിമ്പിളായിട്ട് വെച്ചിരിക്കുന്നത് രാമകൃഷ്ണ മിഷന്. ഇപ്പോൾ ഉള്ള ഒരുപാട് ഓർഗനൈസേഷൻസ് അന്നത്തിനെ ഇങ്ങനെ വയ്ക്കുന്നുണ്ട്, ഹംസത്തിനെ വയ്ക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കഴിവ് നമ്മൾ ഡെവലപ്പ് എടുക്കുക. എല്ലാം വലിച്ചു വാരി കേൾക്കുകയും കാണുകയും ചെയ്തുകൊണ്ടിരുന്നാൽ ഇതുപോലുള്ള കൺഫ്യൂഷനുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ഒരെണ്ണം കേട്ട് കഴിഞ്ഞാൽ ഉടൻ അതിൻ്റെ പുറകെ അങ്ങ് ഇറങ്ങണം. ഉടൻ പോയി മുദ്രയും പഠിച്ച്, പിന്നെ ഒരിക്കലും റേഡിയോയിൽ കൂടെ ഓൺലൈനായിട്ട് പഠിക്കരുത്. ചിലപ്പോൾ ശീർഷാസനം ചെയ്യുന്ന ഒരു പൂട്ട് വീണ് കഴിയുമ്പം ബാക്കി അടുത്ത ക്ലാസ്സിൽ എന്ന് പറയും. ആ പൂട്ടിൽ അടുത്ത ക്ലാസ് വരെ നിൽക്കേണ്ടി വരും. ബോബനും മോളിയിലുള്ളവരാണ്. യോഗാഭ്യാസം ബോബൻ, പാചകം മോളി, രണ്ടുപേരും കൂടെ റേഡിയോ ശേഷം മാറ്റി വയ്ക്കുന്നു. കണ്ടിട്ടുണ്ടോയെന്ന് നിങ്ങൾ കാണിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? കേട്ടുകൊണ്ടിരിക്കുന്ന വക്കീൽ സാറ് അന്തം വിട്ടു. കാരണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരേ ശബ്ദത്തിൽ തന്നെ ഇപ്പോൾ കുനിഞ്ഞ് നിൽക്കണം, തലകുത്തനെ നിൽക്കുക, അവൾ മാറ്റി അപ്പുറത്ത് വെച്ച് അടിയിൽ നല്ല തീ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞ് ഇതുപോലെ കേട്ട് പാതിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് ക്ലാസ് തീർന്നു. അപ്പോഴത്തേക്ക് ഇയാളൊരു പൂട്ടിട്ട് നിൽക്കുകയാണ്. അടുത്ത ആഴ്ച ബാക്കിയുള്ളൂ ഈ പൂട്ടിൽ നിന്ന് ഊരി വരണത് അടുത്ത ആഴ്ച. അതുകൊണ്ട് ആലോചിച്ചും കണ്ടും കേട്ടുമൊക്കെയാണ് ഇതൊക്കെ പരിശീലിക്കേണ്ടതെന്ന് മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഒരു അപകടമില്ല, മനുഷ്യന് ഒരു അപകടവും പറ്റാനില്ല. എന്തോന്നും പറ്റാൻ, ബോധസ്വരൂപനായിരിക്കുന്ന മനുഷ്യന് എന്തോ പടാൻ ഒന്നും പറ്റില്ല. അവൻ്റെ വിനോദങ്ങളാണ് ഇതുപോലുള്ള ചില വഴികളിലും ഉണ്ടാക്കുന്നതും ആ ബോധത്തിൻ്റെ കളി തന്നെ. ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ്. ഓഷ പറയുന്നൊരു കഥയുണ്ട്. അമേരിക്കയിലൊരു ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ ഇൻവിസിബിൾ ഹെയർ പിൻ വിൽക്കാൻ തുടങ്ങി, അനൗൺസ് ചെയ്തു. കാണാൻ പറ്റാത്ത ഹെയർ പിൻ ഞങ്ങൾ വിൽക്കാൻ പോവുകയാണ്. ഇത് കേട്ടിട്ട് അവിടെയുള്ള പിന്നെ മാന്യ മഹിളകളെല്ലാം ഓടിച്ചെന്നു ഇത് വാങ്ങിക്കാൻ വേണ്ടി. കാണാൻ ഒക്കില്ല ഹെയർ പിൻ. അവിടെ ചെന്നുകൊണ്ട് വലിയ വിലയാണ്, ഡോളർ അടച്ചോണം പിൻ ഇങ്ങനെ പൊതിഞ്ഞ് കൈ കൊടുക്കും. പൊതിക്കാത്തൊന്നുമില്ല, അവരാണ് ആ പൊതി എടുത്തുകൊണ്ട് സന്തോഷമായിട്ട് പോകും. ഒരാൾ ഇത് കേട്ട് ഓടി ചെന്ന് കഴിഞ്ഞാൽ പറഞ്ഞ് സ്റ്റോക്ക് തീർന്നു, ഇനി ഇല്ല, പിന്നെ നിങ്ങൾക്ക് വേണ്ടി ഇനി വേറെ വരുത്തി തരാം എന്നും കൂടെ കടക്കാരൻ പറഞ്ഞു. അതിന് വേണ്ടി അയാൾ കയറി ഇറങ്ങുന്നുണ്ടോ. അപ്പോൾ ഇത് അമേരിക്കക്കാരെ കളിയാക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇത്തരം സ്നോബറികളുടെ പുറകെ അവർ നടക്കും. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ പല കാര്യങ്ങളും അനൗൺസ് ചെയ്യപ്പെടും. അതിൻ്റെയൊക്കെ പുറകെ ചാടിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാം. അത്രയേ ഉള്ളൂ.